സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഇതല്ല എന്റെ പാട്ട്, എന്റെ പാട്ടിറ എന്റെ പാട്ട്, എന്റെ പാട്ടിറ മലയൊന്നും അടിക്കണ കയ്യടിക്കണ കയ്യടിക്കൻ. ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലെന്നകനെ പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുമൃഗങ്ങൾ. അല്ലെ ഇതാരും മനസ്സിലായില്ല. മനസ്സിലായേ? മമ്മൂട്ടിപ്പടം കണ്ടണ്ട? മമ്മൂട്ടിപ്പടം മമ്മൂട്ടിപ്പടം ഏത് പടം? പുതിയണോ? മമ്മൂട്ടിപ്പടം അല്ലെന്ന്, കുമ്മട്ടിപ്പാടം. ഇവിടെ അടുത്തൊരു പാടം ഇല്ല അങ്ങനെ. കുമ്മട്ടിപ്പാടത്തിന് ലോലന അടിക്കണ കയ്യടിക്കണ കയ്യടിക്ക. ഹലോ എങ്ങടാ നല്ലടാ വെറുതെ വിളിച്ചാൻ. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ചുമ്മാ വെക്കുമ്പോ എന്നെ വിളിക്കല്ലേ, ചുമ്മാ വെക്കുമ്പോ വിളിക്കല്ലേന്ന്. നിനക്ക് കയ്യൽപ്പുറത്ത് വരയ്ക്കുമ്പോ ചുമ്മാ വിളിക്കാനാണ് ഞാൻ. എടാ നിനക്ക് അടിക്കണം, എടാ നിനക്ക് അടിക്കണമെന്ന്, എടാ അടിക്കണമെന്ന് നിനക്ക്. അവൻ വെച്ചല്ലോ. ഇതാരൊക്കെ ഇല്ല? അയ്യോ ഇത് അലമാര ടീമിലെ ആൾക്കാരാ. അയ്യോ ഇൻസ്റ്റാൾമെന്റിൽ അലമാര എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് കണക്കുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും അടച്ചോളാം. ചേട്ടാ ഇൻസ്റ്റാൾമെന്റ് അല്ല, അലമാര സിനിമയുടെ ആൾക്കാരാ. ആണോ? ഇതാണ് അതിഥി. ബാക്കി എല്ലാവരും വലിഞ്ഞു കയറി വന്നവരാണോ? ചേട്ടാ അതിഥി നായികയുടെ പേരാണ് അതിഥി. അതിഥി ദേവോ ഭവ. പിന്നെ ഇതാണ് സണ്ണി വെയിൻ, ഇതിന്റെ നായകൻ. ആണോ? ഒരു 1.5 കഴിക്കേ. ഒരുപാട് സാധനം അടിച്ചിട്ടുണ്ട്. സണ്ണി വൈൻ എന്ന് പറഞ്ഞ വൈൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഇപ്പൊ അത് പ്രൊഡക്ഷൻ നിർത്തിയോ? ഇവിടെ വന്നപ്പോഴത്തേക്ക് നിർത്തി കളഞ്ഞു. എന്റെ ഒരു ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടാ കയ്യടിക്കണ കയ്യടിക്കാൻ അടിക്കുന്നുണ്ട്. അല്ല ഞാൻ അവിടെ ചെന്ന കയ്യടിക്കട കയ്യടിക്കുന്ന പഞ്ചുണ്ടാക്കും. ചേട്ടാ ചേട്ടന്റെ പല്ലെന്തെങ്ങനെ ഇരിക്കുന്നത്? അതോ കഴിഞ്ഞ ദിവസം ചുംബന സമരത്തിന് വന്നതാ. ചുംബിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് ലാത്തി ചാർജ് മേലിച്ചോണ്ടും കടിച്ചോണ്ട് എണ്ണം കൂടും. അപ്പൊ ഇപ്പൊ ഒരു ഗുണമുണ്ട്, ഞങ്ങൾ ഈ കൊട്ടേഷൻ ടീമാണല്ലോ. കൊള്ളും കൊടുക്കും കൂടുതലും കൊള്ളാറാ പതിവ്. ഈ കൊള്ളണ സമയത്ത് ഞങ്ങൾ സ്പീഡിൽ ഓടൂലേ, അപ്പൊ വായു തുളച്ചോണ്ട് ഓടാൻ ഈ പല്ല് പോയിരിക്കും. ഹലോ എങ്ങടാ നല്ലടാ വെറുതെ വിളിച്ചാൻ. ആണോ? എടാ നിനക്ക് അടിക്കണോ? എടാ നിനക്ക് അടിക്കണോന്ന് അടിക്കണോടാ നിനക്ക്. അവൻ വെച്ചിട്ട് പോയില്ലോ. എടാ അടിക്കടാ കയ്യടിക്കടാ കയ്യടിക്കാൻ പറഞ്ഞപ്പോ. ചേട്ടാ ഞങ്ങള് ഈ തിയേറ്ററിൽ കയറി ഭയങ്കര അലമ്പാന്നാണല്ലോ കേട്ടെ. തിയേറ്ററിൽ കയറി ഞാൻ ഭയങ്കര അലമ്പുണ്ടാക്കും. എന്നാല് നമ്മളാ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ മുണ്ടൂരിയിട്ടുള്ളൊരു അടി, തുണി വരത്തുള്ള അടി. അതെ അതെ, എന്റെ മാസ്റ്റർ പീസ്. കാണിക്കാൻ പറ്റില്ല? അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതാ പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഓർമ്മ ഉണ്ടായിരുന്നു, അത് അലക്കിയിട്ടേക്ക. ഇപ്പൊ കാണിക്കാൻ അല്ല ചേട്ടാ ഈ ഇടയ്ക്ക് മരണ വീട്ടിൽ എന്തൊരു പ്രശ്നം നടന്നു പറഞ്ഞാൽ? മരണ വീട്ടിൽ പ്രശ്നമുണ്ടോ? ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, പിന്നാരോ അവരാ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ മരണ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുക, താടിക്ക് കൈയും കൊടുത്തു. ആ ബോഡി വരാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുക. ഈ ബോഡി വരല് എല്ലാവരും എഴുന്നേറ്റ്. അപ്പൊ എടുത്തേക്ക് എനിക്ക് ആവേശം വന്നു. ഞാൻ പറഞ്ഞു അടിക്കടോ കയ്യടിക്കടോ കയ്യടിക്കടോ. നീ പറയില്ല, ഇവരെല്ലാരും കൂടെ വന്നിട്ട് എന്നെ കയറി പൊതിഞ്ഞെന്ന്. അവരാ വിഷയം ഉണ്ടാക്കി, ഞാനല്ല വിഷയം ഉണ്ടാക്കിയത്. ചേട്ടാ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 28-ാം തീയതി ഫ്രീ ആണോ? എനിക്കൊരു കൊട്ടേഷൻ വേണമായിരുന്നു. അപ്പൊ ഫ്രീ ആണെങ്കിൽ ഞാൻ നോക്കട്ടെ. 28-ാം തീയതി 28-ാം തീയതി എന്ന് പറയുമ്പോ 28 ആണ്. 28-ാം തീയതി 28 എന്ന് പറയുമ്പോ 28 പറ്റില്ല. അയ്യോ അന്ന് ആയുധ പൂജയ്ക്ക് വെക്കുക. എന്താ ആയുധമൊക്കെ പൂജയ്ക്ക് വെക്കുക പോറ്റേ. ഞാൻ പല്ലും ആയുധമൊക്കെ പൂജയ്ക്ക് ടൂൾസൊക്കെ. അപ്പൊ പറ്റില്ല. എന്നെ വിളിക്കുന്നു. ഹലോ എന്നെ കൊണ്ട് തോറ്റല്ലോ. എടാ എന്താടാ നിനക്ക് അടിക്കണം? എടാ നിനക്ക് അടിക്കണമെന്ന്.
എടാ പോത്തെ നിന്നോട് ഞാൻ 7 മണി വരെ ചോദിക്കണേ നിനക്ക് അടിക്കണോ ഇപ്പൊ 8:45 ഇനി 15 മിനിറ്റ് കൂടി ഞാൻ അവിടെ പോയി സാധനം ഉണ്ടാക്കൂടാ. ഈശ്വര 15 മിനിറ്റ് കൊണ്ട് വിവറേജ് അടക്കല്ലേ. നമുക്ക് നിൽക്കാതെ അടിക്കട കയ്യടിക്കട